ബംഗളൂരുവിൽ തെരുവുനായ്ക്കളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയ വാടാനപ്പള്ളി തളിക്കുളം പത്താങ്കല്ല് മങ്ങാട്ട് സുനിത മർദ്ദനമേറ്റു മരിച്ചു. സുനിത വേദനയാവുകയാണ്. അബോധാവസ്ഥയിലായിരുന്ന സുനിതയെ ബംഗളൂരുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസിൽ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സുനിതയുടെ ജീവൻ രക്ഷിക്കാനായില്ല. സുനിതയുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബംഗളൂരു സുളിബലയിൽ താമസിക്കുന്ന ഒരു മലയാളി തന്നെയാണ് ഈ സുനിതയുടെ ഇന്നത്തെ സുനിതയുടെ ജീവൻ എടുക്കാൻ കാരണമായത്. ദീപക് കൃഷ്ണനെ പോലീസ് തിരയുന്നുവെന്നാണ് വിവരങ്ങൾ. തളിക്കുളത്തെ ഇവരുടെ വീട്ടിൽ 160 തെരുവ് നായ്ക്കൾക്ക് അഭയം നൽകി വന്നവരായിരുന്നു സുനിതയും ഭർത്താവ് ഷിൻഡോയും. വാടാനപ്പള്ളി ഭാഗത്തെ 7 സ്കൂളുകളിൽ നിന്നും മിച്ചം വരുന്ന ഉച്ചഭക്ഷണം പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയാണ് ഇവർ നായ്ക്കളെ പോറ്റിയിരുന്നത്. സ്കൂൾ അടച്ചതോടെ നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ നിവൃത്തിയില്ലാതായി. ഈ സമയത്താണ് ബംഗളൂരുവിൽ ദീപക് കൃഷ്ണൻ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ നടത്തുന്ന കേന്ദ്രത്തിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്നറിയുന്നത്. മാസം 40,000 രൂപ നൽകാം എന്ന് ദീപക് വാഗ്ദാനം ചെയ്തു. ഏപ്രിൽ 17-നാണ് ബംഗളൂരുവിലേക്ക് സുനിത പോയത്. ബംഗളൂരുവിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി ഭർത്താവ് പോലീസിന് നൽകിയ വിവരങ്ങൾ എങ്ങനെയാണ്? വലിയൊരു പറമ്പാണ്, അതിന് നടുവിലെ ചെറിയൊരു വീട്ടിൽ 16 നായ്ക്കളുണ്ടായിരുന്നു. സുനിതയ്ക്കൊപ്പം ബന്ധുവായ ഒരു പെൺകുട്ടിയും ചന്ദ്രാപ്പിന്നി സ്വദേശിയായ ഒരു യുവതിയും പോയിട്ടുണ്ടായിരുന്നു. ദീപക് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവർ ജോലി മതിയാക്കുകയാണ് എന്ന് അറിയിച്ചിരുന്നു. അതിനിടയിലായിരുന്നു ദേഹോപദ്രവത്തിന്റെ തുടക്കം. നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്ന വിവരം മെയ് 3-ന് വൈകിട്ട് ഇവർ ദീപകിനെ അറിയിച്ചതിന് പിന്നാലെ മൃഗീയമായ ഉപദ്രവം ഉണ്ടായി എന്ന് പരാതിയിൽ പറയുന്നു. സുനിതയുടെ നെഞ്ചിരു ചവിട്ടി നിലത്തിട്ടു, തലയിൽ ചവിട്ടി, മുടിയിൽ കുത്തിപ്പിടിച്ചു, പലവട്ടം തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. സുനിത അബോധാവസ്ഥയിലായപ്പോൾ മറ്റു 2 പെൺകുട്ടികൾക്കൊപ്പം വീട്ടിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. ഇവർ പോലീസിനെ അറിയിച്ചപ്പോൾ 2 പോലീസുകാർ അന്വേഷിച്ചെത്തി പൂട്ട് തുറന്ന് അകത്ത് കയറി എന്നാണ് വിവരങ്ങൾ. എന്നാൽ പിന്നാലെ ദീപക് എത്തി മറ്റൊരു പൂട്ടിട്ട് പോലീസുകാരെ അടക്കം ഉള്ളിലിട്ട് പൂട്ടി. കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് എല്ലാവരെയും പുറത്തെത്തിച്ചതും സുനിതയെ ആശുപത്രിയിൽ ആക്കിയതും. വിവരം അറിഞ്ഞ് ഭർത്താവ് ബംഗളൂരുവിലെത്തി ഭാര്യയെ തൃശൂരിൽ എത്തിക്കുകയായിരുന്നു. സുനിതയെ താൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും അവൾ ചത്തുകഴിഞ്ഞാൽ ബാക്കി നോക്കാം എന്നും പറയുന്ന ഭീഷണി സന്ദേശം ദീപക് കൃഷ്ണൻ അയച്ചത് പോലീസിന് ഭർത്താവ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മാസം 40,000 രൂപ അത് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സുഖമാകും എന്ന ആ ഒരു പ്രതീക്ഷയിലാണ് ഏപ്രിൽ 17-ന് സുനിത ബംഗളൂരുവിലേക്ക് പോകുന്നത്. സുനിതയ്ക്കൊപ്പം ബന്ധുവായ പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്തായാലും തന്റെ ഒരു ജീവിത സാഹചര്യങ്ങൾ തന്നെയായിരിക്കും സുനിതയെ ബംഗളൂരുവിലേക്ക് സ്ഥലം മാറ്റാൻ പ്രേരിപ്പിച്ചത്. അവിടെ തന്റെ ജീവിതം നന്നാകുമെന്ന് വിചാരിച്ചായിരിക്കും ഈ യുവതി ജോലി ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ദേഹോപദ്രവം തുടങ്ങിയപ്പോഴാണ് ഇത് ശരിയാവില്ല, സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാം എന്ന് സുനിത തീരുമാനമെടുത്തത്. പക്ഷെ അതിനിടയിൽ അത്രമാത്രം മൃഗീയമായി സുനിതയെ മർദ്ദിക്കുകയും സുനിതയുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്കും ദീപക് എത്തിക്കുകയായിരുന്നു. എന്തായാലും ഒരു മലയാളി തന്നെയാണ് ഇത്തരത്തിൽ ക്രൂരമായ പ്രവർത്തനം മറ്റൊരു മലയാളിയുടെ മേൽ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഗതി. ഒരു പക്ഷേ ഇദ്ദേഹം എന്തെങ്കിലും ലഹരി മരുന്നിനോ അല്ലെങ്കിൽ ലഹരിക്ക് എന്തെങ്കിലും അടിമയായിരുന്നോ, മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ മാനസിക രോഗി എന്ന ഒരു ലേബലിലേക്ക് രക്ഷപ്പെടുകയാണ് ഇത്തരക്കാരുടെ ഏറ്റവും പ്രധാനമായ അവരുടെ ഒരു രീതി എന്നതാണ് ഇതിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന സംഗതി. എന്തായാലും ഇപ്പോൾ സുനിതയുടെ ഈ ഒരു അനുഭവം വേദനയാവുകയാണ്. ഒരു ജോലി തേടി വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്കോ ഒക്കെ പോകുന്ന പെൺകുട്ടികൾ സൂക്ഷിക്കണം എന്ന ഒരു ജാഗ്രത നിർദ്ദേശം കൂടിയാണ് സുനിതയുടെ ഈ ഒരു അനുഭവത്തിലൂടെ കിട്ടുന്ന സന്ദേശം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.